LDFിനെതിരെ സമരം ശക്തമാക്കാൻ ആശാ വർക്കർമാർ നിലമ്പൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. ഹാൻസ് ജോൺ ചേർന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ പ്രചാരണ വിഷയമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ സംഗമമടക്കം LDF സംഘടിപ്പിച്ച സാഹചര്യത്തിലാണ് ആശാ വർക്കർമാർ നിലമ്പൂരിൽ ഭരണപക്ഷത്തിനെതിരെ LDFിനെതിരെ പ്രചാരണത്തിനായി പോകുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. എപ്പോഴായിരിക്കും അവർ അവിടെ പ്രചാരണം നടത്തുക? എന്തൊക്കെയാണ് മണ്ഡലത്തിലെ അവരുടെ പ്രചാരണ പരിപാടികൾ? ലക്ഷ്മി പത്മ, ഈ വരുന്ന ജൂൺ 12-ന് നിലമ്പൂർ മണ്ഡലത്തിലെത്തി പ്രചരണം നടത്താനാണ് നിലവിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഈ വരും ദിവസങ്ങളെല്ലാം തന്നെ പ്രചരണം അവസാനിക്കുന്ന നിശബ്ദ പ്രചരണം വരെയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ, ആശമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ നീക്കം എന്തെന്നാൽ ഓരോ വീടും കയറി വോട്ടർമാരുടെ അടുത്ത് ഇത്തരത്തിൽ പ്രചരണം നടത്താനും ആശാ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. ആശാമാരെ അപമാനിക്കുന്ന സർക്കാരിന് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എല്ലാ വോട്ടർമാരെയും കാണാനാണ് നിലവിൽ ആശാപ്രവർത്തകരുടെ തീരുമാനം. ഇതിന് നേതൃത്വം വഹിക്കുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എസ്മിനിയാണ്. അവരുടെ നേതൃത്വത്തിൽ ജൂൺ 12-ന് മണ്ഡലത്തിലുടനീളം പ്രചരണം നടത്തും. അതിനുശേഷം വരും ദിവസങ്ങളിൽ ആശമാർ മാത്രമായിട്ടുള്ള പ്രചരണം നടത്താനാണ് ഇപ്പോൾ തീരുമാനം ആയിട്ടുള്ളത്. നിലവിൽ ആശമാരുടെ രാപ്പകൽ സമരം ഫെബ്രുവരി 10-ന് ആരംഭിച്ച് 120-ാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നാണ് 120-ാം ദിവസം. ഏകദേശം 4 മാസം ഇപ്പോൾ സമരം പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇവരുടെ ഏറ്റവും സുപ്രധാനമായ ആവശ്യമായിട്ടുള്ള ഓണററിയം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ നടപടിയായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സമര നടപടിയിലേക്ക് ആശാപ്രവർത്തകർ കടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ സർക്കാരിന്റെ 4-ാം വാർഷിക പരിപാടിക്ക് സമാന്തരമായി ആശാപ്രവർത്തകരും ഇത്തരത്തിലൊരു രാപ്പകൽ സമരയാത്ര നടത്തിയിരുന്നു. അതിപ്പോൾ ആ സമരയാത്ര നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ മണ്ഡലം അടക്കം കടന്നുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലേക്ക് സമരയാത്ര കടന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ 36-ാം ദിവസം കൂടിയാണ് ഇന്ന്. പക്ഷേ അപ്പോൾ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിർണായക നീക്കത്തിലേക്ക് ആശമാർ എത്തിയിരിക്കുന്നത്. ഈ ഒരു നടപടിയിലൂടെ LDFിനെ അല്ലെങ്കിൽ സർക്കാരിനെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുകയാണ് ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലക്ഷ്മി, ഹാൻസാണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.